ചില ആളുകൾക്ക് അറിയത്തുണ്ടാവില്ല എന്തായിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ, എന്താണ് മാനിഫെസ്റ്റേഷൻ, അത് ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അതാണോ? സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ മറ്റുള്ള ടെസ്റ്റ് പോലെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് സ്യൂഡോ സയൻസ് ആണ്. ചിലര് ചില്ലുപാത്രമാണെങ്കിൽ അത് വീണ നേരം ശരിയല്ല, ചില്ല് പൊട്ടാൻ പാടില്ല, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? സുരേഷ് ഗോപി കിരീടം വെച്ചു തൃശ്ശൂര്, കിരീടം വെച്ചു, കിരീടം നിലത്ത് വീണ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതിനെ എല്ലാവരും പറഞ്ഞു ഇതെന്തോ ശകുനം, മോശമാണ്, പ്രശ്നമാണ്, കല്യാണമാണ് മോളുടെ, കല്യാണം ഭംഗിയായിട്ട് നടന്നു. അതുവരെ ജയിക്കാത്ത സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് തമ്മിൽ? ഇല്ല. മമ്മൂട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നത്, മമ്മൂട്ടിക്ക് ഒരു ഇൽനെസ് ഉണ്ട്, ഇപ്പോൾ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ആ ശാരീരിക ബുദ്ധിമുട്ട് ഞാൻ കേൾക്കാൻ ഇട വന്നത് എൻ്റെ ഫ്രീക്വൻസി കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ മമ്മൂട്ടിക്കുള്ള വേദനയിൽ വിഷമമുണ്ടെങ്കിൽ ഞാൻ എന്നെ ഹീൽ ചെയ്യണേ. അപ്പോൾ ഞാൻ എന്നെ ഹീൽ ചെയ്യുമ്പോൾ ആ ഹീലിംഗ് വേദന ഉണ്ടാവാനുള്ള ഇഷ്യൂ ഉണ്ടാക്കിയ ആൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയെ ഹീൽ ചെയ്യുകയാണ്. എനിക്ക് വിഷമം വരുവാണ് മമ്മൂട്ടിയുടെ വേദന വിഷമത്തിൽ. ഞാൻ എന്നെ ഹീൽ ചെയ്യുമ്പോൾ ആ വിഷമം ഉണ്ടാക്കിയ സാധനം മമ്മൂട്ടിക്ക് ഹീലാവുകയാണ്. ക്യാൻസർ വന്നിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് മുടി കിളിർത്ത് വന്ന ആൾക്കാരുണ്ട്. അസുഖം വന്നിട്ട് കരിമംഗല്യം പോലെ വന്നിട്ട് അതെല്ലാം ഈ പ്രാക്ടീസിൽ മാറ്റിയ ആൾക്കാരുണ്ട്. ജോലി കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി ഇട്ടിട്ടുണ്ട്. വിദേശത്ത് പോകണം ചില വിദേശത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. കുറേ പെൺകുട്ടികൾ എനിക്ക് കമൻറ്റ് ചോദിക്കുന്നതാണ്, ഞാൻ ഇഷ്ടപ്പെട്ട അവൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, അവനൊന്ന് എന്നെ നോക്കിയിരുന്നെങ്കിൽ, അവനൊന്ന് ഉറക്കം ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയണ പോലെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ലവ് മാരേജ് എല്ലാം ഫെയിലർ ആയിരിക്കും. നമ്മൾ ലവ് ആണോ വേണ്ടത് അതോ മാരേജ് ആണോ വേണ്ടത്? മാരേജ് അല്ലേ. മാരേജ് ആണെങ്കിൽ ലവ് ഉണ്ടാവില്ല. ലവ് ആണെങ്കിൽ മാരേജ് ഉണ്ടാവില്ല. ലവ് ആണ് ഉണ്ടാവെങ്കിൽ നമ്മൾ കല്യാണിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക് ലവ് ഉണ്ടാവും. ഇത് ലവ് മാരേജ് ലവ് ഉണ്ടാവില്ല, മാരേജ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രീം ചെയ്യേണ്ടത് ആ ലവ് ആണ്. നമ്മളെപ്പോഴും ആ ഇമോഷനെ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത്, വ്യക്തിയല്ല. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ ഏറ്റവും പുതിയ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മളൊക്കെ ലൈഫിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡെയിലി ലൈഫിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോച്ചാണ്. ഓൾറെഡി നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയാസിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. സോ നമുക്ക് വെൽക്കം ചെയ്യാം രാകേഷ് അമ്പാട്ട്. വെൽക്കം. താങ്ക് യു. സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ പറയുന്ന ആൾക്കാരെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഓറ ഫീൽ ചെയ്യും. സാറിന് അങ്ങനെ ഒരു ഓറ ഉണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി, ഇങ്ങോട്ട് എനർജി നമുക്ക് കിട്ടുന്ന പോലെ ഒരു വൈബ് കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ആളുകൾക്ക് ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയത്തുണ്ടാവില്ല എന്തായിരിക്കും ലോ ഓഫ് അട്രാക്ഷൻ, എന്താണ് മാനിഫെസ്റ്റേഷൻ, അത് ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അതാണോ, അറിയില്ല എന്താ സംഭവം. നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നൊന്ന് പറഞ്ഞു. ലോ ഓഫ് അട്രാക്ഷൻ നമ്മളുടെ ഗ്രാവിറ്റിയൊക്കെ പോലെ, ലോ ഓഫ് ഗ്രാവിറ്റി പോലെ നമുക്ക് സാധാരണ നേച്ചറിൻ്റെ ഒരു ലോ പോലുള്ള ലോ ആണ്. ഇത് അറിഞ്ഞോ അറിയാതെ നടന്നുകൊണ്ടിരിക്കേണ്ട കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ ജനിക്കും മുതൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. കാരണം സയന്റിഫിക്കലി ഇത് പ്രൂവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിക്കുന്നു നമ്മൾ മറ്റുള്ള ടെസ്റ്റ് പോലെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. പിന്നെ ആളുകൾ ഇത് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് പ്രോപ്പറായിട്ട് ഇതിനൊരു ഗൈഡൻസ് ഉണ്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ചെറിയ പുസ്തകം വായിച്ചോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരില്ല. അപ്പോൾ റിസൾട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമാണ്. എൻ്റെ ജീവിതത്തിൽ റിസൾട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്നത്. അപ്പോൾ ഞാനൊരു എംപ്ലോയി ആയിരുന്നു. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു, ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു 17 വർഷം. എൻ്റെ ഈ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണത് 2009-ലാണ്. 2006 കല്യാണം കഴിഞ്ഞു, 2005 കല്യാണം കഴിഞ്ഞു, കുട്ടികളുണ്ടാവുന്നില്ല. അപ്പോൾ 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു കോച്ച് എനിക്ക് കിട്ടുവാണ് ആ സമയത്ത്. അപ്പോൾ ഒരു കോച്ച് ആക്സിഡൻ്റലി എൻ്റെ വീടിൻ്റെ മുകളിൽ താമസിച്ച ആളായിട്ട് ബന്ധപ്പെട്ട അയാൾ ഇങ്ങനെ ഒരു കോച്ചിനെ ബന്ധപ്പെടുത്തുന്നു. അങ്ങനെ അതിനെ അറിയണത് എന്താ ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറഞ്ഞു എല്ലാ ദിവസവും. ഞാൻ രാവിലെ എണീറ്റ വഴി തന്നെ കുട്ടി ഉണ്ടാവുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തു. കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. ഇറ്റ് ഹാപ്പൻഡ്. അപ്പോൾ എനിക്കും വൈഫിനും ഞങ്ങൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഞാൻ എല്ലാം തുറന്നു പറയുകയാണ്. അപ്പോൾ ആവില്ല എന്ന് പറഞ്ഞ സാധനത്ത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഭയങ്കര മാറ്റം വരുത്തി ലൈഫിൽ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ സാധനം ഭയങ്കരമായിട്ട് റിസൾട്ട് വരുമ്പോഴാണ് നമ്മൾ തുടങ്ങുക പരിപാടി. അപ്പോൾ റിസൾട്ട് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ കരിയറിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായി, റിലേഷൻഷിപ്പിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടായി, ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഇതിന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2009 മുതൽ വളരെ സീരിയസ് പ്രാക്ടീസ് ചെയ്തു. 2023 ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തു. ഞാൻ VRS എടുത്തു. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സാധനം ആളുകളിലേക്ക് അറിയിക്കണം. ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അവർക്ക് പറഞ്ഞു കൊടുക്കണം, മാറ്റം വരുത്തണം. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയാൻ തുടങ്ങി.
പയ്യെ ആൾക്കാർ വരുന്നു. ഇന്നിപ്പോൾ എല്ലാം കൂടി ഒരു 10,000-15,000 സ്റ്റുഡൻസ് എൻ്റെ പല മേഖലയിൽ ഫ്രീ ആയിട്ടും പെയ്ഡ് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. അതിലൊരുപാട് പേർക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. 13 വർഷമായിട്ട് കുട്ടികളുണ്ടാവാതിരുന്ന ഒരു കപ്പിൾസിന് കുട്ടിയായിട്ടുണ്ട്. 3 മാസം കൊണ്ട് ക്യാരിങ് ആയി, കുട്ടിയായി. കല്യാണം കഴിക്കാത്ത ആൾക്കാർ 30 വയസ്സ് കല്യാണം കഴിക്കാത്ത ആൾക്കാർ പ്രാക്ടീസ് ചെയ്തു കല്യാണം കഴിച്ചു. പിന്നെ അർത്ഥം ഇത്രേ ഉള്ളൂ, എല്ലാ സാധനം അന്തരീക്ഷത്തിലുണ്ട്, നമ്മളിലേക്ക് വരുന്നില്ല. ബ്ലോക്സ് ആണ് അത്. നമ്മുടെ പാസ്റ്റ്, നമ്മുടെ പഴയ കാര്യങ്ങൾ, പഴയ ചിന്തകൾ, നമ്മൾ കുട്ടിക്കാലം നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ട് നമ്മളെ കണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ അറിയാതെ ബ്ലോക്ക്ഡ് ആണ്. ആ ബ്ലോക്ക് ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ഒന്ന് ക്ലിയർ ആയി കൊടുത്തു കഴിഞ്ഞാൽ സാധനം കയ്യിലേക്ക് വരും. ഓക്കെ, എനിക്ക് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ റിയൽ ലൈഫിൽ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പം ഞാൻ അതൊക്കെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും എന്നല്ല. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരുന്നാൽ നമുക്ക് അതായിരിക്കും കിട്ടുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇപ്പോഴും ഇങ്ങനത്തെ സംഭവങ്ങൾ, എൻ്റെ ലൈഫിൽ മാത്രം എന്താ എന്നും പ്രശ്നങ്ങൾ എന്ന് വിചാരിക്കും. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മളും നമ്മളുടെ ചിന്തകളും തന്നെയായിരിക്കും. നമ്മൾ കണ്ണാടി പോലെയാണ്, മിറർ പോലെ. അപ്പം നമ്മൾ മിററിൽ എന്താണോ നമ്മൾ നോക്കുന്നത് അതിൻ്റെ പ്രതിബിംബം കിട്ടുന്ന പോലെ എന്താണോ കൊടുക്കുന്നത് തിരിച്ചു കിട്ടും. അതെ, എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മുടെ ലൈഫ് ഒരു ഇൻസ്റ്റഗ്രാം പോലെ ആയിരിക്കും. കാരണം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ എന്താണോ സ്ക്രോൾ ചെയ്യുന്നത് അത് റിലേറ്റ് ചെയ്തായിരിക്കും ആൽഗോരിതം മാറി നമുക്ക് വരും. ഇപ്പോൾ കാറിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്താൽ കാറിൻ്റെ വീഡിയോസ് ആയിരിക്കും, മേക്കപ്പ് വീഡിയോസ് ആണെങ്കിൽ അതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും ലൈഫ് അല്ലേ, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എന്താണോ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് അത് നമ്മുടെ കയ്യിലുണ്ടാവുന്ന പറയാം. അതെ, വാട്ട് യു ഹാവ് ഇൻസൈഡ് യു ക്യാൻ ഹോൾഡ് ഔട്ട്സൈഡ്, അങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഇത്രയും ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക്, കാരണം ബാങ്കിൽ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു, അപ്പം അത് റിസൈൻ ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എത്താനുള്ളൊരു റീസൺ എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇത് എടുക്കണം? ഇപ്പം പറഞ്ഞു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാൽ പോലും ആ ഒരു ജോബ് വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഇതിലേക്ക് വരാനുള്ളൊരു കാര്യം ഞാൻ പറയാം. 2005, 2006, 2007 കാലഘട്ടം വരെ എൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിൽ ഫിനാൻഷ്യലി വി ആർ വെരി ബാഡ്ലി നീഡ് ഫോർ മണി. പൈസ വേണം. എൻ്റെ അച്ഛനൊരു ബിസിനസ്സൊക്കെ ചെയ്തു, അച്ഛൻ കമ്പനി ജോലിയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലം മുതൽ നമ്മുടെ ഒരു കണ്ടീഷനിങ് അങ്ങനെയായിരുന്നു. നമ്മൾ സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ് ഉണ്ടായിരുന്നു എപ്പോഴും. പഠിക്കുമ്പോഴൊക്കെ അതായിരുന്നു. അപ്പോൾ പഠിക്കണം എന്ന് ആഗ്രഹമായിരുന്നു, പഠിക്കാൻ പറ്റിയില്ല, ഡിഗ്രി വരെയൊക്കെ നിന്നോളൂ, പിന്നെ അവിടെ നിന്ന് സ്റ്റക്കായി നിന്നുപോയി. അങ്ങനെ പല സംഭവം വന്നു കഴിഞ്ഞ ശേഷം എനിക്കൊരു ഭാഗ്യം എന്ന് പറഞ്ഞത് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, നന്നാവണം, രക്ഷപ്പെടണം, വലുതാവണം, വളരണം. അപ്പം അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എന്നിലേക്ക് വരുമായിരുന്നു കോച്ചസ് എല്ലാം. ഞാൻ പ്രാക്ടീസ് ചെയ്തു, ഞാൻ അനുഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, എൻ്റെ കരിയറിലും റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ട് ആൾക്കാരിലേക്ക് എത്തിച്ചുകൂടാ, ആൾക്കാർക്ക് മാറ്റിക്കൂടാ? അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഞാൻ ആദ്യം ഫ്രീ ആയിട്ട് കുറേ കോഴ്സ് കൊടുത്തു, ആൾക്കാർക്ക് കൊടുത്തു. പിന്നെ പയ്യെ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യാം. ഇതിന് കുറേ കാരണങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 2020 കണ്ണൂർ ആണ് ഞാൻ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. ആ സമയത്ത് കുറേ ഇഷ്യൂസ് തുടങ്ങുവാണ് ജോബിൽ. വളരെ കംഫർട്ടായിട്ട് പോയിരുന്നതാണ്. കുറേ ജോബ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാണ്, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിന്ത എൻ്റെ കൂടി കഴിഞ്ഞപ്പോൾ ഇഷ്യൂസും വരാൻ തുടങ്ങാണ്. അങ്ങനെ ജോബിൽ ഇഷ്യൂ വന്നു. ഞാൻ തീരുമാനിക്കണമെന്ന് മാറ്റം തീരുമാനിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഫ്രണ്ട്, ഞങ്ങളൊരു മീറ്റിങ്ങിന് ഒരു ഫ്രണ്ട് ഒരു പുസ്തകം തരുവാണ്, അൺലീഷ് ദ ലീഡർ വിത്തിൻ യു. ആ പുസ്തകം നിറയെ ഇട വായിച്ചു, നല്ല പുസ്തകമാണ്. ട്രെയിനിങ് എടുക്കുന്നത്, ഞാനപ്പോൾ സമയത്ത് ട്രെയിനിങ് എടുക്കുന്നതാണ്. അങ്ങനെ പുസ്തകം വായിച്ചു. പുസ്തകത്തിൻ്റെ ഓതറിൻ്റെ പേര് നിതേഷ് ഖത്രി എന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു, കൊള്ളാം. വീണ്ടും അടുത്ത പുസ്തകം, ലോ ഓഫ് അട്രാക്ഷൻ പുസ്തകം മേടിച്ചു. അത് കഴിയുമ്പോൾ ഒരു ദിവസം എനിക്ക് ഇമെയിൽ വരുവാണ്, ഒരു കോഴ്സ് ഉണ്ട്, ഒരു എന്താണ് 10 years സക്സസ് ഇൻ 1 year, ഒരു കൊല്ലം കൊണ്ട് 10 years സക്സസ് ഉണ്ടാക്കുക ഒരു കോഴ്സ് വരും. ഞാൻ ഓട്ടോമാറ്റിക് കണക്റ്റ് ആവുകയാണ് മീറ്റിങ്ങിൽ. മീറ്റിംഗ് ചെന്നു. എൻ്റെ VIP ക്ലാസ്സാണ്, നല്ല പൈസയാണ്. ആ സമയത്ത് ഞാൻ ടിപ്പിക്കൽ എംപ്ലോയി ആയതുകൊണ്ട് ഞാൻ വേണ്ടതെന്ന് വെച്ചു. വീണ്ടും വരുവാണ്, ഞാൻ ജോയിൻ ചെയ്യുവാണ്. സ്റ്റാർട്ടഡ് പ്രാക്ടീസ്. രാവിലെ പ്രാക്ടീസ് ചെയ്യും, ഓഫീസിൽ പോവും, തിരിച്ചു വരും, വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സാധനം പയ്യെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ആൾക്കാർക്ക് ചെറിയ റിസൾട്ട് വരാൻ തുടങ്ങി, കുഞ്ഞു റിസൾട്ട് വരാൻ തുടങ്ങി. പിന്നെ സീരിയസ് ആയി. പിന്നെ തീരുമാനിക്കുവാണ് 2024 റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ 2023 എന്നെ വിളിപ്പിച്ചിട്ട് പറയണേ, രാകേഷ് യു ബെറ്റർ റിസൈൻ ആൻഡ് ഗോ, എന്നൊരു ചെറിയ ഇഷ്യൂ ഉണ്ടാവാൻ റിസൈൻ ചെയ്യേണ്ടി വരുവാണ്. അത്രയും നന്നായിട്ട് എൻ്റെ കരിയർ വളരെ പീക്കിലാണ്. ഞാൻ നല്ല സാലറി ആയിരുന്നു, ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ട് അതൊക്കെ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ കാണാം, ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം. പക്ഷെ ഒരു സമയത്ത് തീരുമാനം എടുക്കുകയാണ്, ഇറ്റ്സ് ടൈം ടു റിസൈൻ. അങ്ങനെ റിസൈൻ ചെയ്തു. 2023 സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഈ സാധനം മുന്നോട്ട് കൊണ്ടുപോകും. ഒരുപാട് ആളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്.
അതെല്ലാം മേഖലകളിലും ഹെൽത്തിൽ മാറ്റം വന്ന ആൾക്കാരുണ്ട്, ക്യാൻസർ വന്നിട്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് മുടി കിളിർത്ത് വന്ന ആൾക്കാരുണ്ട്, അസുഖം വന്നിട്ട് കരിമംഗല്യം പോലെ വന്നിട്ട് അതെല്ലാം ഈ പ്രാക്ടീസിൽ മാറ്റിയ ആൾക്കാരുണ്ട്, ജോലി കിട്ടാതിരുന്ന ആൾക്കാർക്ക് ജോലി ഇട്ടിട്ടുണ്ട്, വിദേശത്ത് പോകണം ചില വിദേശത്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെയാണ്, എവിടേക്കോ ആ ഒരു മിസ്അലൈൻമെന്റ് ഉണ്ട്, അതൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ വന്നോളൂ. ഞാൻ അതൊരു വീഡിയോ കണ്ടു, മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന്റെ എന്തെങ്കിലും റിസൾട്ട്സ് അങ്ങനെ അറിയാൻ ഞാൻ ഹോപ്പനെ കുറിച്ച് 2 വാക്ക് പറയാം, ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി. ഹോപ്പനോപ്പൻ ഒരു ഹവായിയൻ പ്രാക്ടീസാണ്, ഒരു ഹവായിയൻ എക്സസൈസാണ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രെയറാണ്. ഹവായിലെ ആളുകൾ പണ്ട് അവരെ കൃഷികൾ നാശം വരാതിരിക്കാൻ വേണ്ടി, മഴയ്ക്ക് വേണ്ടിയൊക്കെ ചൊല്ലിയിരുന്ന ഒരു പ്രാക്ടീസാണ്. 4 സ്റ്റേറ്റ്മെൻറ്റാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് 4 സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അവർ കൃഷിയിൽ മാറ്റം വരുത്തുന്നു, കാലാവസ്ഥയിൽ മാറ്റം വരുത്തുന്നു, വെള്ളം കിട്ടുന്നു, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഡോക്ടർ ഹ്യൂലൻ എന്ന് പറഞ്ഞ ആൾ ഈ സാധനം ജനകീയമാക്കി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഹ്യൂലൻ ഒരു ദിവസം അദ്ദേഹത്തിന് ഡോക്ടറാണ്, ഒരു മെൻ്റൽ അസൈലത്തിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള പേഷ്യൻസാണ് ഉള്ളത്, മെൻ്റലി ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ്. അതായത് കുട്ടികളെ പീഡിപ്പിച്ച ആൾക്കാർ, കൊന്ന ആൾക്കാർ, ഇങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വിഷമമായി കണ്ടപ്പോൾ, അതായത് എൻ്റെ ഫ്രീക്വൻസി ആണല്ലോ ഇത് കാണാൻ പറ്റിയതെന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ ഹ്യൂലൻ ഓരോ കേസ് എടുത്ത് ഹോപ്പനോപ്പൻ ചൊല്ലാന്ന് പറയും. ഓരോ ആൾക്കാർ ഫയൽ എടുക്കും, ഹോപ്പനോപ്പൻ ചൊല്ലി, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അങ്ങനെ ചൊല്ലി ആ അസൈലത്തിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ മെൻ്റൽ ഇൽനെസ് മാറി എന്നാണ് പറയണത്, ഒറ്റ ഈ 4 സ്റ്റേറ്റ്മെൻറ്റും കൊണ്ട്. അതിനുശേഷം ഇദ്ദേഹം ഇത് ജനകീയമായി ഗൂഗിളിലൊക്കെ സെർച്ച് കിട്ടുന്നു നമുക്ക്. വിത്തൗട്ട് സീയിങ് പേഷ്യൻസ്, ഒരു പേഷ്യൻ്റ് നേരിട്ട് കാണാതെ ഒരു മരുന്ന് പോലും കൊടുക്കാതെയാണ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ. മമ്മൂട്ടിക്ക് വേണ്ടി ഞാൻ പറയുന്നത്, മമ്മൂട്ടിക്ക് ഒരു ഇൽനെസ് ഉണ്ട്, ഇപ്പോൾ ഒരു ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. ആ ശാരീരിക ബുദ്ധിമുട്ട് ഞാൻ കേൾക്കാൻ ഇട വന്നത് എൻ്റെ ഫ്രീക്വൻസി കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ മമ്മൂട്ടിക്കുള്ള വേദനയിൽ വിഷമമുണ്ടെങ്കിൽ ഞാൻ എന്നെ ഹീൽ ചെയ്യണേ. അപ്പം ഞാൻ എന്നെ ഹീൽ ചെയ്യുമ്പോൾ ആ ഹീലിംഗ് വേദന ഉണ്ടാവാനുള്ള ഇഷ്യൂ ഉണ്ടാക്കിയ ആൾ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയെ ഹീൽ ചെയ്യാണ്. മമ്മൂട്ടിയാണ് കാരണക്കാരൻ. എനിക്ക് ഉള്ളിൽ വിഷമം വന്നതിൽ നമ്മുടെ നടനാണ്, അതുല്യ പ്രതിഭയാണ്, എനിക്ക് വിഷമം വരുവാണ് മമ്മൂട്ടിയുടെ വേദന വിഷമത്തിൽ. ഞാൻ എന്നെ ഹീൽ ചെയ്യുമ്പോൾ ആ വിഷമം ഉണ്ടാക്കിയ സാധനം മമ്മൂട്ടിക്ക് ഹീലാവുകയാണ്. അപ്പോൾ ഹോപ്പനോപ്പൻ ചൊല്ലുന്നത് അവനവനെയാണ്. ഇപ്പോൾ മസ്താനി ഇപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്, വലിയൊരു പ്രൊജക്റ്റാണ്. മസ്താനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. മസ്താനി എന്ത് ചെയ്യാം? ഹോപ്പനോപ്പൻ ചൊല്ലാം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഡോക്ടർ ഹ്യൂലൻ എല്ലാത്തിനും ഹോപ്പനോപ്പൻ ചൊല്ലിയിരുന്ന് പറയാം. ഇരിക്കുന്ന കസേരയ്ക്ക് ഹോപ്പനോപ്പനെ പറയും, വണ്ടി ഓടിക്കാൻ പോകുന്ന കാറിന് ഹോപ്പനോപ്പനെ പറയും. അപ്പോൾ ഹോപ്പനോപ്പൻ എന്തിനു യൂസ് ചെയ്യാം? രോഗത്തിന് മാത്രമല്ല, ഹീലിങ്ങിന് മാത്രമല്ല. ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആയി യൂസ് ചെയ്ത് മാറ്റം വന്ന ആൾക്കാരുണ്ട്. ലാപ്ടോപ്പോ? ഇലക്ട്രിക് സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നില്ല മഴ പെയ്തിട്ട്. എൻ്റെ ഗ്രൂപ്പിലുള്ള ആളാണ്, ഹോപ്പനോപ്പൻ ചൊല്ലി സ്റ്റാർട്ടായി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മാജിക്, ബട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഹോപ്പനോ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരുപാട് പേർക്ക് മാറ്റം വന്നിട്ടുണ്ട് ലൈഫിൽ. ഞാനിപ്പോൾ വരുന്ന വഴിക്ക്, ഇങ്ങോട്ട് കയറുന്ന വഴിക്ക് ഞാൻ ഹോപ്പനോ ചൊല്ലി കയറി വന്നേ. എൻ്റെ ഷൂ ഞാൻ കുറച്ചാൾ ഇപ്പം ജോലി ഇല്ലാത്തതുകൊണ്ട് ഷൂട്ടിൽ കുറവാണ്, ഷൂ പൊട്ടിപ്പോയി. ഇപ്പോൾ നിങ്ങൾ കണ്ടാണ് ഒരു പക്ഷേ എൻ്റെ ഹീല് പോയി. അപ്പോൾ തന്നെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അകത്ത് കയറിയിട്ട് ഈ നമ്മൾ സംസാരിക്കുന്ന ഇടയിലാണ് ഇത് സംഭവിച്ചെങ്കിലോ എത്ര ഡിസ്കംഫർട്ടാണ് വരണ്ടേ അല്ലേ? ഞാൻ താങ്ക് യു പറഞ്ഞു, താങ്ക് യു സോ മച്ച്, ഈ സമയത്ത് പോയതിൽ. നേരെ പോയി ഞാൻ പുതിയ ഷൂ മേടിച്ചോണ്ട്. എനിക്ക് സെയിം ഒരു, ഞാൻ ഇപ്പം ഈ ഒരു കേസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു 2 days മുന്നേ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ വണ്ടി ഗേറ്റിൽ കൊണ്ടിടിച്ചു, സ്ക്രാച്ച്ഡായി, ലെഫ്റ്റ് സൈഡ് മിററൊക്കെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. എന്നിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്തു ഇവിടെ വന്നിട്ട്. എന്നിട്ട് ഞാൻ ഓർത്തു, ഇനി ഞാൻ എന്ത് ചെയ്യും? ലെഫ്റ്റ് സൈഡ് മിറർ ഇല്ല. ഞാൻ കൊടുങ്ങല്ലൂർ വരെ വണ്ടി ഓടിച്ച് പോകണം, വണ്ടിയിൽ ഫുള്ള് സ്ക്രാച്ച്. എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് എനിക്കറിയില്ല. ഇനി നമ്മൾ നോർമലി അയ്യോ എനിക്ക് ഇനി എന്ത് ചെയ്യും, സമയം 7 മണിയാവുന്നു, വർക്ക്ഷോപ്സ് ഉണ്ടാവില്ല, രാത്രി വർക്ക്ഷോപ്പ് നോർമലി ഉണ്ടാവില്ലല്ലോ 7 മണി 8 മണി സമയത്ത്. എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് എനിക്ക് ഗൂഗിളിൽ നോക്കാം. അങ്ങനെ ഗൂഗിളിൽ നോക്കി എനിക്കൊരു സ്പെയർ പാർട്സ് കടയുടെ കോൺടാക്ട് കിട്ടി. അവരെ വിളിച്ചു, അവരുടെ കയ്യിൽ മിറർ ഇല്ല. അവരെനിക്ക് വരുത്തി തന്നു മിറർ, ഇവിടെ കൊണ്ട് തന്നു. പക്ഷെ വർക്ക്ഷോപ്പ് വേണം. വീണ്ടും ഗൂഗിളിൽ നോക്കി, 24 hours വർക്ക്ഷോപ്പ് ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് ഞാൻ അറിയുന്നത്. ആ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി ക്ലിയർ ചെയ്തു. ഞാൻ വണ്ടി ഓടിച്ചു പോയി. വണ്ടി അവിടെ എനിക്കൊരു ഡീറ്റെയിലിംഗ് ഷോപ്പ് ഉണ്ട്, അവിടെ ഇട്ടു.
ഇന്നലെ വണ്ടീൻ്റെ സ്ക്രാച്ചസ് ഒക്കെ മാറ്റി. അടിപൊളി, സൂപ്പർ. അത് ഒരുപക്ഷെ വരുന്ന വഴിക്കായിരുന്നു സംഭവിച്ചെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിയിൽ വേറെ ഏതെങ്കിലും വണ്ടിയിലാണ് ഇത് ഇടിച്ചതെങ്കിൽ എന്താകുമായിരുന്നു? ഇപ്പൊ മസ്താനി പറഞ്ഞില്ലേ, മസ്താനി എപ്പോഴും ചിരിച്ച മുഖത്തോട് സംസാരിക്കുന്നതാണ്. ഞാൻ ഇന്റർവ്യൂ കാണുമ്പോഴൊക്കെ യു ആർ ഓൾവേസ് ഹാപ്പി പേഴ്സൺ. അപ്പൊ എപ്പോഴും സന്തോഷം ആളുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാവും, അല്ലാതെ എപ്പോഴും ഹാപ്പിനെസ് ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും ഹാപ്പി ആയിട്ട് ആൾക്കാർക്ക് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഞൊടിയിടയിൽ മാറ്റം വരുത്താന്ന് പറയില്ല, എന്ത് സാധനം മുമ്പിൽ അതിനുള്ള ഓപ്ഷൻ വരുന്നുള്ളതാണ്. പിന്നെ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്നാ പറയാം. അത് സംഭവിക്കാൻ ഒരു കാരണമുണ്ട്, സംതിങ് ഇസ് ദെയർ. അപ്പോൾ നമ്മൾ ഒരു കണക്ഷൻ എവിടെയുണ്ട്, അതങ്ങനെ ആവണമായിരുന്നു, മാറണമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഷൂവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ പറയുന്നത് പുതിയ ഷൂ ഇട്ടിരിക്കാനാ യോഗം എന്ന് പറയുകയാണ് അവള്. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെ ഒരു കാരണം ഉണ്ടാവുന്നുണ്ട്. ശരി, നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകുമ്പോഴേ ഇപ്പം എന്ത് സംഭവിച്ചു, ചില എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൈ തട്ടി പാത്രം നിലത്തോട് പൊട്ടി, നമ്മൾ ആരെയായിരിക്കും ചീത്ത വിളിക്കുക? അല്ല, പൊതുവെ ആൾക്കാർ പാത്രം ഇവിടെ ആരെ കൊണ്ട് വെച്ചത്, ആ പാത്രം വീഴാൻ കണ്ട് നേരം നമ്മൾ കൂടുതൽ ഇപ്പം മസ്താനി അങ്ങനെ മൈൻഡ് സെറ്റ് ആയതുകൊണ്ടാണ് നമ്മളെന്ന് പറഞ്ഞത്. അതിന് പകരം എൻ്റെ കുഴപ്പം കൊണ്ടല്ലേ സംഭവിച്ചേ, പൊട്ടി പോയിട്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, വേറെ പാത്രം മേടിക്കാം. ആ സമയം നമ്മൾ നേരെ തിരിച്ചാ ഫ്രീക്വൻസി സംസാരിക്കുക. പല ആൾക്കാർ ഈ പാത്രം ആരെ കൊണ്ടുവച്ചത്, എൻ്റെ കൈ തട്ട കണ്ട നേരം ഏത് നശിച്ച നേരത്താണാവോ ഇല്ലേ? ചിലര് ചില്ലുപാത്രം ആണെങ്കിൽ അത് വീണ നേരം ശരിയല്ല, ചില്ല് പൊട്ടാൻ പാടില്ല, അങ്ങനെയും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. സുരേഷ് ഗോപി കിരീടം വെച്ചു പള്ളിയിൽ, എവിടെയാ, തൃശ്ശൂര്. കിരീടം വെച്ചു, കിരീടം നിലത്ത് വീണ് ഒടിഞ്ഞു പോയി. അപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇതെന്തോ ശകുനം, മോശമാണ്, പ്രശ്നമാണ്, കല്യാണമാണ് മോളുടെ, കല്യാണം ഭംഗിയായിട്ട് നടന്നു. അതുവരെ ജയിക്കാത്ത സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തു. എന്തെങ്കിലും കണക്ഷൻ ഉണ്ട് തമ്മിൽ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടക്കാതിരിക്കേണ്ടല്ലേ? വെച്ചൊരു സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും അയോഗ്യത ഉണ്ടാവും, എന്താണ് മാതാവിനെ വെക്കാനായിട്ട് ശരിയാക്കണമായിരിക്കും, സംതിങ് ദെയർ അല്ലേ? നമ്മൾ അങ്ങനെ കാണണ്ടേ? ലൈഫിന് അങ്ങനെ കാണാൻ തുടങ്ങി കഴിയുമ്പോൾ ലൈഫ് ഭയങ്കര സ്മൂത്താന്ന് തുടങ്ങും. അതിന് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. അപ്പോൾ ഹോപ്പിനൊപ്പം ചൊല്ലുമ്പോൾ ആദ്യം പറയുന്നത് ഐ ആം ടേക്കിംഗ് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ 100% ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ റുട്ടീൻ വേണമെന്ന് പറയും. ഒരു ദിവസം നമ്മൾ 5 കാര്യങ്ങൾ മിനിമം ചെയ്തു പോയി കഴിഞ്ഞാൽ ഏതൊരാളുടെ ജീവിതം നന്നാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒന്നാമത് പറഞ്ഞ പോയിന്റ് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാറുണ്ടോ? കുറവാണ്. നന്ദി 3 രീതിയിലാണ് പ്രകാശിപ്പിക്കേണ്ടത്. 1, നമുക്കുള്ളതിന് നന്ദി പ്രകാശിപ്പിക്കുക. 2, ഇല്ലാത്തതിന് നന്ദി പ്രകാശിപ്പിക്കുക. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല, താങ്ക് യു സോ മച്ച്, ഒത്തിരി നന്ദി, ജോലി കിട്ടാതിരുന്നതിൽ. ഇതിനൊരു കാരണമുണ്ട്. 3ാമത് സംസാരിക്കേണ്ടത് അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് കിട്ടാൻ വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുക. സാധാരണ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? കിട്ടിയാലേ ചിലപ്പോൾ പ്രാർത്ഥിക്കുകയുള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക അല്ലേ? അല്ലെങ്കിൽ കിട്ടുന്നില്ലല്ലോ എന്ന് പരാതി ദൈവത്തോട് പറയണേ. നമ്മൾ ഇനി പോലെ പ്രാർത്ഥിക്കേണ്ടത് പവർ പ്രയർ എന്നാണ് പറയാം. പവർ പ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിന് മുമ്പേ തന്നെ നന്ദി പ്രകാശിപ്പിക്കാം. രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ നന്ദി പ്രകാശിപ്പിച്ചിട്ട് കിടക്കാൻ പാടുള്ളൂ എന്നാണ് പറയാം. 1. 2ാമത് ചെയ്യേണ്ടത് പവർ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഒരു 5 കാര്യം പറയാം, ഒരു ദിവസം ചെയ്യേണ്ട 5 കാര്യങ്ങളാണ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. ലോ ഓഫ് അട്രാക്ഷൻ റുട്ടീൻ, നന്നായിട്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി സിമ്പിളായിട്ട് കാര്യങ്ങൾ. 2 പവർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകൾ അഗ്രസീവ് വേർഡ്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അഗ്രസീവ് വേർഡ്സ് ഉപയോഗിക്കണം. മസ്താൻ്റെ ഞാൻ ചോദിക്കാം, മസ്താൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു, ലൈഫ് എങ്ങനെ പോകുന്നു? സൂപ്പറായിട്ട് പോകുന്നു. ഇപ്പോൾ സൂപ്പറായിട്ട് പോകുന്നത് അഗ്രസീവ് വേർഡാണ്, പക്ഷെ അഗ്രഷൻ കുറവാണ്. ലൈഫ് എങ്ങനെ പോകുന്നു? സൂപ്പറായിട്ട് പോകുന്നു. എക്സ്പ്രസ് ചെയ്യണം ഭയങ്കരമായിട്ട്, അതാണ് എക്സ്പ്രസീവ് വേർഡ്സ് എന്ന് പറയാം. എങ്ങനെയുണ്ട് സിനിമ, എങ്ങനെയുണ്ട്? ഉഗ്രൻ സിനിമ, അടിപൊളി പോകണം, ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഈ രീതി പറയുമ്പോൾ എല്ലാം അടിപൊളിയാവും തുടങ്ങും. അപ്പോൾ 2 അഗ്രസീവ് വേർഡ്സ് ആണ് ഉപയോഗിക്കാനായിട്ട്. 3ാമത് നമ്മുടെ ഫിസിക്കാണ്, അവെയർ ഓഫ് യുവർ ഫിസിക്. അതായത് ഇരിക്കുമ്പോൾ നടക്കുമ്പോഴെല്ലാം നമ്മൾ വിജയെ പോലെ ആയിരിക്കണം നടക്കേണ്ടത്. ഞാൻ എൻ്റെ ആൾക്കാർ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ മഹേഷ്മതിയിലെ രമ്യ കൃഷ്ണൻ്റെ നിൽപ്പില്ലേ, ആ നിൽപ്പായിരിക്കണം നിൽക്കേണ്ടത്. ഒരു യോദ്ധാവിനെ പോലെ, വിജയിച്ച ആളെ പോലെ ബോഡി ലാംഗ്വേജ് പവർഫുൾ ആയിരിക്കണം. അപ്പോൾ 3ാമത്തത് ബോഡി ലാംഗ്വേജ്. 4ാമത്തത് ഡേ ഡ്രീമിംഗ് എന്ന് പറയാം, സ്വപ്നം കണ്ട് നടക്കാം. എപ്പോഴും രാവിലെ എണീറ്റ് കിടക്കുന്നത് വരെ, ഇപ്പോൾ എക്സാമ്പിൾ ഒരു കാറാണ് വിചാരിക്കാം, മസ്താനി അടുത്തൊരു കാറ് BMW വടവ 5 സീരീസ് എന്ന് വിചാരിക്കാം. അപ്പോൾ മസ്താനി രാവിലെ മുതൽ കാറിനെ കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഓട്ടോറിക്ഷയിലാണ് പോകണ്ടാവുക എക്സാമ്പിൾ. അപ്പോൾ മസ്താനി എന്ത് വിചാരിക്കണേ? BMW ഞാൻ പോകണേ. തിരിച്ച് ചിലപ്പോൾ കുതിരവണ്ടിക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ എന്താ ചിന്തിക്കേണ്ടത്? BMW 5 സീരീസിലാണ്. അപ്പോൾ ഡേ ഡ്രീമിങ്, സ്വപ്നം കൊണ്ട് നടക്കാം. നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുക എപ്പോഴും. 5ാമത്തെ പോയിന്റ്
ഡെയിലി പ്രാക്ടീസസ് ആണ്. ഓരോ ദിവസം ചെയ്യേണ്ട പ്രാക്ടീസസ്. നന്മ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, നല്ല വാക്കുകളുണ്ട് ആൾക്കാരോട് സംസാരിക്കുക, ചിരിച്ച മുഖത്തോടു കൂടി സംസാരിക്കുക. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ പണ്ട് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് എതിരെ വരുന്ന ആൾക്കാർ ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാവരും കണ്ട് ചിരിക്കാൻ തുടങ്ങി. ഒരു 3 മാസം കഴിയുമ്പോൾ കംപ്ലീറ്റ് ചിരിക്കുന്ന ആൾക്കാരായി. ഞാൻ ചെന്നൈയിലായിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ തമിഴ്മാരാണ് എങ്കിൽ പോലും പക്ഷെ എല്ലാവരും ഹൈ പ്രൊഫൈൽ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊരു ടെൻഷനിലാണ് നടക്കണത്. ചിലർ ഫോണിലായിരിക്കും. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും, ചിരിക്കും. അങ്ങനെ 3 മാസം കഴിയുമ്പോൾ എല്ലാം കംപ്ലീറ്റ് ജോലിയായി ആൾക്കാരെല്ലാവരും. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിരി കൊടുക്കാൻ പറ്റുമോ? മസ്താനയ്ക്ക് യു ഗോട്ട് എ ബ്യൂട്ടിഫുൾ സ്മൈൽ. അപ്പോൾ എന്ത് ചെയ്യാം? എല്ലാവരോടും ചിരിക്കാം. എനിക്ക് അത് കറക്റ്റാ. എനിക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇപ്പൊ എന്റെ ഈവൻ ബ്രേക്കപ്പ് ആണെങ്കിൽ പോലും ഞാൻ ഈസി ആയിട്ട് മൂവ് ഓൺ ആയാളാ. ബ്രോ നീ ഫേക്ക് ആണല്ലേ, നിനക്ക് കാര്യമായിട്ടൊന്നുമില്ലേ, അങ്ങനെ ചോദിച്ച ആളുകളുണ്ട്. ഞാൻ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാം. സാധാരണ ആൾക്കാർ ഇപ്പോൾ എനിക്ക് കുറേ പെൺകുട്ടികൾ മെസ്സേജ് അയക്കും. എൻ്റെ ഒരു വീഡിയോ വൈറലായി, എങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ആളെ അട്രാക്ട് ചെയ്യേണ്ടതെന്നൊരു വീഡിയോ. അപ്പോൾ ആ വീഡിയോ നല്ല വ്യൂസ് വന്നു. അപ്പോൾ അതിൽ കുറേ പെൺകുട്ടികൾ എനിക്ക് കമൻറ്റ് ചോദിക്കുന്നതാണ്, ഞാൻ ഇഷ്ടപ്പെട്ട അവൻ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, അവനൊന്ന് എന്നെ നോക്കിയിരുന്നെങ്കിൽ, അവനൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയണ പോലെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ലവ് മാരേജ് എല്ലാം ഫെയിലർ ആയിരിക്കും. നമ്മൾ ലവ് ആണോ വേണ്ടത് അതോ മാരേജ് ആണോ വേണ്ടത്? മാരേജ് അല്ലേ. മാരേജ് ആണെങ്കിൽ ലവ് ഉണ്ടാവില്ല. ലവ് ആണെങ്കിൽ മാരേജ് ഉണ്ടാവില്ല. ലവ് ആണ് ഉണ്ടാവെങ്കിൽ നമ്മൾ കല്യാണിക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക് ലവ് ഉണ്ടാവും. ഇത് ലവ് മാരേജ് ലവ് ഉണ്ടാവില്ല, മാരേജ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മളെപ്പോഴും ഡ്രീം ചെയ്യേണ്ടത് ആ ലവ് ആണ്. നമ്മളെപ്പോഴും ആ ഇമോഷനാണ് നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത്, വ്യക്തിയല്ല. വ്യക്തി കല്യാണം കഴിച്ചു, നാളെ മുതൽ വഴക്കാണെങ്കിലോ? അപ്പം അതുകൊണ്ട് നമ്മൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ലവ് ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കാളും കൂടുതൽ നമ്മൾ അട്രാക്ട് ചെയ്യേണ്ടത് ആ വ്യക്തിയായിട്ട് ഒരുമിച്ചുള്ള ഇമോഷൻസ്, ലവ്. ക്ലിയർ ആയോ? അപ്പോൾ കല്യാണ ശേഷം എങ്ങനെയാണെന്നുള്ള വിഷ്വലൈസേഷൻ, ആ ലവ് മൊമെന്റ്സ് ആണ് നമ്മൾ കാണേണ്ടത്. വ്യക്തിയല്ല മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നല്ല മാരേജ് ആണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. നല്ല ഹാപ്പി ലൈഫാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ എനിക്ക് കാർ വേണം, ഓക്കെ കാർ വാങ്ങി. പക്ഷെ ചിലപ്പം നമ്മളൊരു BMW ആയിരിക്കും വിചാരിക്കുന്നത്, ചിലപ്പോൾ നമ്മളൊരു ഓൾട്ടോ ആയിരിക്കും വാങ്ങിക്കുന്നത്. അത് കറക്റ്റ് ആണോ? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആയിട്ട്. ഞാൻ ഇന്നലെ എൻ്റെ കോച്ചിൻ്റെ വീഡിയോ കാണാണ്. അതിൻ്റെ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരാളൊരു ഓടി A6 എന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഓർമ്മയില്ല, മാനിഫെസ്റ്റ് ചെയ്തു, അത് വന്നു. അത് വന്നതിന് ശേഷം പിന്നീട് 2-3 മാസം കഴിയുമ്പോൾ വണ്ടി തട്ടുന്നു, മുട്ടുന്നു, മിറർ പൊട്ടി, 35,000 40,000 മിറർ വെച്ചു. അങ്ങനെ മുഴുവൻ പ്രശ്നങ്ങളാണ്. 6 മാസം ഒരു കഴിഞ്ഞ പുള്ളി ആ കാറ് വിറ്റു. എന്നെ കൊണ്ട് ഓടിക്കാൻ പറ്റുന്നില്ല. കാരണം പുള്ളി ചിന്തിച്ചത് കാറ് മാത്രമാണ്, ആ കാറ് തരുന്ന കംഫർട്ടല്ല. അപ്പോൾ ഇമോഷനാണ് എപ്പോഴും പ്രപഞ്ചത്തിന് കണക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ പ്രപഞ്ചത്തോട് കാറ് വേണം എന്ന് പറഞ്ഞേക്കാളും കൂടുതൽ ആ കാറ് മേടിച്ച് കഴിയുമ്പോഴുള്ള ഫീലിംഗ് എന്താണ്? പ്രപഞ്ചത്തിന് ആ ഭാഷ അറിയുള്ളൂ. പ്രപഞ്ചത്തിന് അറിയാവുന്ന ഭാഷ ഇമോഷൻസ് ആണ്. അതുകൊണ്ടാണ് ലവ് എന്ന് പറയുന്നത്, ഹാപ്പിനെസ്, ഇതൊക്കെ ഇമോഷൻസ് ആണ്. ഈ ഇമോഷൻ ഞാനൊരു 6 പോയിന്റ് പറയാം. ഈ മാനിഫെസ്റ്റേഷൻ്റെ ഒരു 6 സ്റ്റേജസ് എന്ന് പറയാം. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ പറ്റി പറയുമ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസ് വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ച സാധനമാണ്. നമ്മൾ കഴിഞ്ഞ 5 കൊല്ലോ 10 കൊല്ലം കൊണ്ടൊക്കെയാണ് കൂടുതൽ. ഇപ്പം എനിക്കൊരു സീക്രട്ട് പുസ്തകം വന്നതിന് ശേഷമാണ് കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്, അറിയുന്നത്. 3514 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 14 BC പതഞ്ജലി മഹർഷി മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഋഗ്വേദയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. നിന്റെ ചിന്തകൾ സീമകൾ ലംഘിച്ച് അപ്പുറത്തേക്ക് പോകുമ്പോൾ നിന്നിലേക്ക് ഫാക്കൽറ്റി തുറക്കപ്പെടുകയും എന്ന് പറയുന്നത്. അതിൽ 6 സ്റ്റേജസ് പറയുന്നുണ്ട്. 6 സ്റ്റേജ്. 1ാമത്തെ സ്റ്റേജ് പറയുന്നത് ചിന്തൻ എന്നാ പറയാ, തിങ്കിങ് സ്റ്റേജ്. 2ാമത്തെ സ്റ്റേജിന് ഭാവന എന്നാ പറയാ. ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ആണ്. ആ സ്റ്റേജ് എത്തിയത് കണ്ടുകൊണ്ട് നമ്മൾ ഫീൽ ചെയ്യണം. ഉള്ളിൽ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ആ ഫീൽ കൊണ്ടുവരും, ഇമോഷൻ കൊണ്ടുവരണം. 3ാമത്തേത് പ്രതിബന്ധ എന്ന് പറയും. പ്രതിബന്ധ എന്ന് പറയാം കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാം, കമ്മിറ്റിംഗ് എന്ന് പറയാം. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരും, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, ഡൗട്ട് വരും, പേഷ്യൻസ് ഉണ്ടാവില്ല, എന്ത് നടക്കാത്ത കിട്ടാത്ത എന്താ ശരിയാവാത്ത എന്താ ക്ഷമ ഇല്ലാതെ വരും. ഇതൊക്കെ ഇന്റേണൽ കോൺഫ്ലിക്ട്സാണ് വരിക. ആ സ്റ്റേജും നമ്മൾ കടന്ന അടുത്ത സ്റ്റേജിനെ പറയാം ആക്ടിങ് സ്റ്റേജ് എന്ന് പറയാം. അതിന് നാമപത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഈ സാധനം ആരും ചെയ്യില്ല. ആദ്യത്തെ 3 ചെയ്യും, ചിന്തിക്കും, ഫീലിംഗ് ഉണ്ടാവും, ഇന്റർനെറ്റിൽ കോൺഫറൻസ് വരും, പക്ഷെ പ്രവർത്തിക്കില്ല. 4ാമത്തെ സ്റ്റെപ്പ്. 4 സ്റ്റെപ്പല്ലേ പറഞ്ഞേ. 5ാമത്തെ സ്റ്റെപ്പിനെ പറയുന്നത് ഫെയ്ത്ത്, ശ്രദ്ധ. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ
ഫെയ്ത്ത് ഇൻ ഡിവൈൻ കണക്ട്. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക, പ്രപഞ്ചത്തിൻ്റെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കുക. എന്നിലേക്കത് വന്നോളൂ, ആ സമയമാകുമ്പോൾ എന്നിലേക്ക് എത്തിക്കോളൂ. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ക്ഷമയോട് കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ് പറയണത്. ശ്രദ്ധ. 6ാമത്തെ പോയിന്റ് ധർമ്മം. എത്തിക്കലായിട്ടാവണം നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ ഒരാൾ 35 വയസ്സുണ്ട്, 36 വയസ്സുണ്ട്. ആൾ കുറച്ച് മുമ്പ് നടന്ന സംഭവമാണ്. ആൾക്കൊരു പെൺകുട്ടിയുടെ സ്നേഹമുണ്ട്. ആ പെൺകുട്ടിയല്ല, സ്ത്രീയാണ്. അയാൾ വേറൊരു ആളുടെ ഭാര്യ, 2 മക്കളുടെ അമ്മയാണ്. ഇയാൾ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾക്ക് ഇവരെ മാനിഫെസ്റ്റ് ചെയ്യണം. നടക്കുമോ? ഇല്ല. ഇത് പ്രകൃതിക്ക് അഗൻസ്റ്റ് ആണ്, അൺഎത്തിക്കലാണ്. അവരൊരു ഭാര്യയാണ്, കുട്ടികളുടെ അമ്മയാണ്. പക്ഷെ പുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ എന്ത് ഇഷ്ടമാണ്, പണ്ടെന്ത് ഇഷ്ടം, അങ്ങനെ എന്തായാലും തോന്നുന്നു. അപ്പോൾ ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം ഈ പ്രകൃതിയിൽ കോൺഫ്ലിക്റ്റ് തന്നെ ഒന്നും നമ്മളിലേക്ക് വരില്ല. അപ്പം 6ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധർമ്മ, ലിവിങ് വിത്ത് യുവർ ധർമ്മ. എന്താണ്? ധർമ്മത്തോടു കൂടി ജീവിക്കുക, കർമ്മം കറക്റ്റായിട്ട് ശരിയായിട്ട് ഇത് ചെയ്യുക എന്ന് പറയാം. ഈ 6 പോയിന്റ് കറക്റ്റ് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ജീവിതത്തേക്കാൾ ഒരു 30% ജീവിതം മുകളിലേക്ക് മാറ്റം വരുന്നുണ്ട് മിനിമം. അതെ, നമ്മുടെ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഒരെണ്ണത്തിൽ ചിലപ്പം ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, പക്ഷെ ഫാമിലി ലൈഫ് അവിടെ തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ കുറെ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ജോബ് അവിടെ കൊളാപ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ചില ആൾക്കാർക്ക് എല്ലാത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനും ചിലപ്പോൾ ഈ ഒരു ഐഡിയ ഉണ്ടാവില്ല അവർക്ക്. ഇതിന് യിൻ യാങ് എനർജി എന്നാ പറയാം. ചൈനീസ് ഇത് പ്രകാരം യിൻ എനർജി, യാങ് എനർജി. യിൻ എനർജി എന്ന് പറഞ്ഞാൽ ഫീമെയിൽ എനർജി, യാങ് എനർജി എന്ന് പറഞ്ഞാൽ മെയിൽ എനർജി. ഇത് രണ്ടും നമുക്ക് വേണം. രണ്ടിൻ്റെ ബാലൻസ്. ഇടയ്ക്ക് നമ്മൾ പൊട്ടിത്തെറിക്കേണ്ടി വരും, ഇടയ്ക്ക് നമ്മൾ വളരെ എന്താണ് കാമായിട്ട് സ്നേഹത്തോട് സംസാരിക്കേണ്ടി വരും, ഭയങ്കര ലവ് ആയിരിക്കും, നമ്മൾ സ്ട്രോങ് ആവേണ്ടി വരും. അതുകൊണ്ട് ഇവർ പാവമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ജീവിക്കാൻ പറ്റാത്തതിന് കാരണം അതുകൊണ്ടാണ്. ബോൾഡ് ആവണ്ടേ നമ്മൾ? അതെ, ബോൾഡായിട്ടിരിക്കണം. പിന്നെ ചിലപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാരോ ഭയങ്കര സെൽഫിഷാട്ടോ, അവള് ഭയങ്കര സെൽഫിഷാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മള് കുറച്ചൊക്കെ സെൽഫിഷ് ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറയുമ്പോൾ പല ആൾക്കാർ അപ്പോൾ നമ്മൾ സെൽഫിഷ് ആവില്ലേ, സെൽഫിഷ് ആവണം. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് വേണം മറ്റുള്ള ആൾക്കാരുടെ കാര്യം നോക്കാനായിട്ട്. ഇപ്പോൾ കുറേ പേർക്ക് കോച്ചിങ്സ് കൊടുത്തിട്ടുണ്ടാവും. ടോട്ടൽ എത്ര പേർക്ക് ഇങ്ങനെ കോച്ചിങ് കൊടുത്തു? എനിക്ക് തോന്നുന്നു ഞാൻ കുറേ ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്, വെബിനാർസ് ഉണ്ട്, പെയ്ഡ് ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്കൊരു പ്രോഗ്രാം 21 ഡേയ്സ് മാജിക് മാനിഫെസ്റ്റേഷൻ എന്ന് പറയാം. അത് നമ്മളെ എനർജിയൊക്കെ ഉയർത്തി സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ്, മെഡിറ്റേഷൻ എല്ലാം ചേർന്ന് ഒരു പാറ്റേൺ 1/2 മണിക്കൂർ എല്ലാ ദിവസവും രാവിലെ. അപ്പോൾ ഒരു 10,000-ഓളം ആൾക്കാർ എനിക്ക് തോന്നുന്നു വന്ന് കയറി പോയിട്ടുണ്ടാവും, ഫ്രീ ആയിട്ടും പെയ്ഡായിട്ടും എല്ലാം പല രീതിയിൽ. ഒത്തിരി. ഞാനിപ്പോൾ 2 വർഷത്തോളം കോഴ്സായി. വളരെ സീരിയസ് ഇപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ കംപ്ലീറ്റ് ഇത് മാത്രമേ ഉള്ളൂ, ഫുൾ ടൈം കോച്ചിങ് ആണ്. ഇതൊരു പാഷനാണ് എൻ്റെ. അതായത് ഇപ്പോൾ എന്നെ അറിയാവുന്ന ആൾക്കാർ വീഡിയോ കാണുന്ന എന്നെ പേഴ്സണൽ അറിയാവുന്ന ആൾക്കാർ അറിയാൻ പറ്റും. പണ്ട് മുതൽ ഞാനിങ്ങനെയാണ്. 2 പേര് കൂടിക്കഴിഞ്ഞാൽ എടാ ചെയ്യണം, തകർക്കണം, ഇതാണ് നേരത്തെ മുതൽ. ഞാൻ എപ്പോഴും ആൾക്കാരും ഭയങ്കര എന്നോട് എന്നെ മോട്ടിവേറ്റർ എന്നാണ് പലരും കളിയാക്കി വിളിച്ചിരുന്നത്. ഇപ്പോൾ മോട്ടിവേറ്റർ വരുന്നുണ്ടെന്നാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ജോബിൽ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ വരാൻ തുടങ്ങുകയാണ്. ഐ നീഡ് ടു ചേഞ്ച് അങ്ങനെ പറയുവാണ്. അതാണ് എനിക്ക് ചാടിയത്. ഓക്കെ, ഞാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നമ്മളൊരാളോട് സംസാരിച്ച് വരുമ്പോൾ അവർക്ക് എപ്പോഴും പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുണ്ടാവുള്ളൂ. എൻ്റെ റിലേഷൻഷിപ്പ്, അതായത് അവർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടാവും, ജോലി സ്ഥലത്തെ ഇഷ്യൂ ഉണ്ടാവും, ഫാമിലി ഇഷ്യൂ, ഫിനാൻഷ്യൽ ഇഷ്യൂ, അതായത് നല്ലതൊന്നും അവരുടെ അടുത്ത് നിന്ന് വരില്ല. എപ്പോഴും പ്രശ്നങ്ങൾ, എപ്പോഴും അവർക്ക് പരാതികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരായിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവർ പറയാൻ പോകുന്നത് നെഗറ്റീവാണ്. എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനത്തെ ആളോട് സംസാരിക്കാറില്ല. കാരണം എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും. ഞാൻ അതൊക്കെ നോക്കുന്ന ഒരാളാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ എത്ര പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഞാൻ സംസാരിക്കുള്ളൂ. നെഗറ്റിവിറ്റി ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓക്കെ ബൈ, നന്ദി നമസ്കാരം, താങ്ക് യു എന്നിട്ട് ഞാൻ പോവും. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് നോക്കുന്ന ഒരാളാണ്. ഇതുണ്ടാവും മസാല, നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, നമുക്കൊന്നും മാറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹയർ ലെവലിൽ നിൽക്കാന്നുള്ളതാണ്. ഞാൻ അധികം ചെവി കൊടുക്കൂല ഇങ്ങനത്തെ ആൾക്കാരോട്. ഓക്കെ, നമുക്ക് പറഞ്ഞാൽ നമ്മൾ അവരെ വിഷമിക്കാത്ത രീതിയിൽ സംസാരിച്ചങ്ങോട്ട് പോകാന്നുള്ളതാണ്. ഞാൻ എല്ലാം ശരിയാവടാ, ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യ്, നിങ്ങൾ ഓടി നടന്നിട്ടാണ് നൈസായിട്ട് ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ട് പിന്നെ ഞാൻ നോക്കൂല ആ ഭാഗത്തേക്ക്. ഓവർ അനുകമ്പ കാണിക്കരുതെന്ന് പറയും. എംപത്തറ്റിക് ആവാം, സിമ്പതി പാടില്ല എന്ന് പറയാം. നമ്മൾ സിമ്പത്തൈസ്ഡ് ആവുമ്പോൾ അയാളുടെ ഫ്രീക്വൻസി നമ്മളിലേക്ക് കയറുക. അതെ. ഇപ്പോൾ ഈ ഹിന്ദു അമ്പലങ്ങളിലൊക്കെ
ഈ എള്ളുതിരി കത്തിക്കും അമ്പലത്തിൽ. ആ ആ എള്ളുതിരി കത്തിക്കുമ്പോൾ കുറെ ആൾക്കാർ എള്ളുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ എള്ളുതിരി ചില ആൾക്കാർ മറ്റുള്ളവന്റെ തീർത്ഥത്തിലായിരിക്കും കത്തിക്കുക എളുപ്പത്തിൽ, കാരണം വിളക്കാ ദൂരെ ആയിരിക്കും ഇരിക്കണേ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ എള്ളുതിരി വേറെ, അപ്പോൾ അയാളുടെ കൂടെ ഞാൻ പിടിക്കുകയാണ്. ആ ആ അയാളെന്തോ പ്രാർത്ഥിച്ച് ഇതൊക്കെ മാറ്റണേ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഞാനോട് ചേർന്നേക്കാം, തന്നെ ഞാനും പിടിച്ചേക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ഫ്രീക്വൻസി ഈ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും ഭയങ്കരമായിട്ട്. പബ്ലിക് നെഗറ്റീവാണ്, മനുഷ്യർ പൊതുവേ നെഗറ്റീവാണ്. എന്താണെന്നറിയാം നെഗറ്റീവാൻ കാരണം? എന്താ? ഒരു കുട്ടി ഉണ്ടായി ഒരു 5 വയസ്സിനുള്ളിൽ എത്ര നോ കേൾക്കുന്നുണ്ട്. സത്യം, നോയേ കേൾക്കുന്നുള്ളൂ. അവിടെ പോയരുത്, ഇവിടെ ഇരിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ആവരുത്, ഇങ്ങനെ ആവരുത്, അരുതരുതെന്ന് പറഞ്ഞ് നോ അങ്ങോട്ട് നമ്മളിലേക്ക് കയറും. ഇടിവാള് മിന്നും, മഴ പനി വരും, കംപ്ലീറ്റ് നെഗറ്റീവാണ്. നമ്മൾ കണ്ടീഷൻ ഉണ്ടാവും, നമ്മളങ്ങനെ പോകും. പിന്നെ അത് ആവശ്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം പൊസസീവ്നെസ് പൊതുവെ സ്ത്രീകൾ കൂടുതല. സ്ത്രീകൾ ഒരു സമയത്ത് ഒരുപാട് കാര്യം ചെയ്യണം. കുട്ടികളുടെ കാര്യം നോക്കണം, വീട്ടിൻ്റെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ഇൻലോസ്, പാരൻസ് എല്ലാം കാര്യം നോക്കണം. അപ്പോൾ ദൈവം അങ്ങനെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പൊസസീവായിട്ട്, അത് ആവശ്യമാണ്. അതെ, ഓക്കെ. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഇങ്ങനത്തെ ടോപ്പിക്സ് സംസാരിച്ചാലും ഞാനും ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഒരിക്കലും സംസാരിച്ചാലേ നമുക്ക് ടോപ്പിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇങ്ങനെ ചില ടോപ്പിക്സ് ഉണ്ട് എനിക്കും പേഴ്സണലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ആൾക്കാരോട് സംസാരിക്കുമ്പം നമുക്കും കുറച്ച് നോളജ് കിട്ടും. നമ്മളെന്തെങ്കിലും മണ്ടത്തരാണ് ചെയ്യുന്നതെങ്കിൽ അത് അങ്ങനെ അല്ലാന്ന് മനസ്സിലാവും. പിന്നെ കുറേ കാര്യം നല്ല രസമാണ്, നമുക്ക് സെയിം ടോപ്പിക്സ് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ്. എൻ്റെ ഒരുപാട് സന്തോഷമുണ്ട് കാണാനും പരിചയപ്പെടാനും ഇത്രയും സംസാരിക്കാൻ സാധിച്ചതിൽ. നോർമലി നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പറയാൻ പറ്റില്ല, ഇല്ല. കാരണം നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അതെന്താ സൈൻ ബോർഡ് അതെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താ വിഷൻ ബോർഡ് അതെന്താന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നാൾ സംസാരിക്കാൻ സാധിച്ചതിൽ. അപ്പോൾ ഇനിയും എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാവർക്കും ഇൻസ്പയർ ചെയ്യാനൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഇനിയും സാറിൻ്റെ ലൈഫിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. മസ്താനിക്ക് ഒരുപാട് മാറ്റം ഒരു ജീവിതത്തിൽ ഇനി അടുത്ത ലെവലിൽ പോട്ടെ ആഗ്രഹിച്ച പോലെ. എന്താ ആഗ്രഹം എന്നോട് പറഞ്ഞിട്ടില്ല, ആ സൈൻ ബോർഡിൽ വെച്ച എല്ലാ കാര്യങ്ങളും നടക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്.